തിരുനാവാമൂന്നിൻ്റെ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മി 2 കൈ കൊണ്ടും അനുഗ്രഹിച്ചിരുന്ന രൂപത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സത്യത്തിൽ ഇത് ഹൈദരാലി കൈ വെട്ടി മുറിച്ചതാണ്. നാവാമൂന്നിന് വെട്ടി, പക്ഷെ അത് എന്ത് വിഗ്രഹമാണെന്ന് മനസ്സിലായില്ല. ലോഹം വിൽക്കാൻ പറ്റില്ല എന്ന് കണ്ട് ഉപേക്ഷിച്ചു. പക്ഷെ നമ്മുടെ ഒരു കഥ കൊണ്ട് കബളിപ്പിച്ച് ശങ്കരാചാര്യയുടെ തലയ്ക്ക് കിരീടം വെച്ചു കൊടുത്ത് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് നടക്കാൻ ഹിന്ദുക്കൾക്ക് റെഡിയാണ്. കാരണം കഥ കിട്ടിയ സന്തോഷമാണ്. സാളഗ്രാമം അപ്രത്യക്ഷമായി എന്ന് പറയുന്നൊരു ദ്വാരം അവിടെ ഉണ്ടായിരുന്നു ശ്രീകോവിലിൻ്റെ പുറകിൽ. ഗണപതിയുടെ തൊട്ടുപുറത്ത് ഒരു ഇളകിയ കല്ലുണ്ടായിരുന്നു. പാതാളത്തിലേക്കുള്ള വഴിയായിരുന്നു എന്നും നവയോഗികൾ എന്നും വന്ന് സന്ദർശനം നടത്തി പോയിരുന്നു എന്നാണ് പറയുന്നത്. ആ കല്ല് ഇളക്കി മാറ്റിയിട്ട് ഉറപ്പിച്ചു. അട്ടിമറിക്ക് പുതിയ പേര് ക്ഷേത്ര പുനരുദ്ധാരണം എന്നാണ്. കാരണം ഇത്തരം അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കരുതെന്ന് തീരുമാനിച്ച നിഗൂഢ ശക്തികൾ, നല്ല ഫണ്ടുള്ളവർ പുറകിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സംരക്ഷിക്കാൻ ഹിന്ദു സമൂഹം ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഫോറിൻ മാർക്കറ്റിൽ ഇത്തരം അപൂർവമായ വസ്തുക്കൾക്ക് പൊന്നും വിലയാണ്. ഓരോ സനാതനയും ഓരോ ക്ഷേത്രവിശ്വാസിയും കണ്ണു തുറന്ന് പഞ്ചേന്ദ്രിയങ്ങളും തുറന്ന് ജാഗരൂകമായി ഇരുന്നില്ലെങ്കിൽ ഹിന്ദു നാമധാരികളായ ആൾക്കാർ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് മുഴുവൻ ഇനിയും അട്ടിമറിക്കും. മാമാങ്കങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തപ്പെട്ടിട്ടുണ്ട്. സപ്തർഷികളും നവയോഗികളും തപസ് ചെയ്ത സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ മുനിയറകൾ ഉണ്ടാവും. ആ മുനിയറയാണ് ഇവർ മരുന്നറയാക്കി മാറ്റിയിരുന്നത്. ആ മരുന്നറയിൽ എഴുതി വെച്ചിരിക്കുന്ന 2-3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓപ്ഷനാണ് മാമാങ്കത്തിന് വേണ്ട വെടിമരുന്ന് സൂക്ഷിച്ച അറയുമാകാം. വെടിവെച്ച് കൊല്ലാവുന്ന ഒരു സാധനമായിരുന്നു മാമാങ്കമെങ്കിൽ എന്തിനത്രയും പേര് വെട്ടിച്ചത്തത്? പഴുക്കാമണ്ഡപം. നവമൂന്നിന് മുമ്പേ പഴുക്കാണ്ടതാണ്. പെരുന്തച്ഛനാണ് അത് പണിത് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ ബോർഡ് അവിടെ ഇല്ല. കാരണം പെരുന്തച്ഛനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടോ അതിന് മുഴുവൻ ഡ്രില്ല് ചെയ്ത് പെര വെച്ച് എല്ലാം നശിപ്പിച്ചു. കോണിയൊക്കെ ഡ്രില്ല് ചെയ്ത് കൊടുക്കാൻ എല്ലാ ഭംഗിയും കളഞ്ഞു. അമ്പലപ്പറമ്പുണ്ട്, അമ്പലമില്ല. അമ്പലപ്പറമ്പുണ്ട്, ഒരു ആലുമുണ്ട്. അപ്പോൾ അമ്പലം അവിടെ പോയി. ഓരോ സ്ഥലത്തിൻ്റെ പേരിൻ്റെ പുറകിലും ചരിത്രം അന്വേഷിച്ച് പോയാൽ തകർക്കപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പുറത്തു വരും. മാമാങ്കത്തിൽ വരുന്ന പടയാളികൾക്ക് കുളിക്കാൻ വേണ്ടി രാജാവ് പണിത് കൊടുത്ത സ്ഥലമാണ് വീരരാജൻ ചിറ. അത് ഇന്ന് അറിയപ്പെടുന്നത് ബീരാഞ്ചിറ എന്നാണ്. അപ്പോൾ അങ്ങനെ ഓരോ പേരുകളും അട്ടിമറിച്ചിട്ടുണ്ട്, ഓരോ സ്മാരകങ്ങളും അട്ടിമറിച്ചിട്ടുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് തന്നെ ആരെങ്കിലും കാശ് കൊടുത്ത് എഴുതുന്ന ചരിത്രകാരന്മാരെ അവിടെ ഉള്ളത്.